ഇതിപ്പോ വാലന്റൈൻസ് ഡേ വരുമല്ലേ, അപ്പൊ ഞാൻ കുറച്ച് കാൽക്കുലേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അതായത് എന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതിനൊരു വാലന്റൈൻസ് ഇയർ ആക്കിയല്ലോ എന്ന്. അതായത് ഞാനിപ്പോൾ എന്തായാലും ഒരു വർഷത്തേക്ക് ക്യാമ്പസിനകത്ത് കാണും എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു 300 ഡേയ്സ്. 300 ഡേ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഓരോ 3 ഡേയ്സിലും ഞാനൊരു പെൺകുട്ടിയെ ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് 300 ഡേ കൊണ്ട് എനിക്ക് 100 പെൺകുട്ടികളെ ഡേറ്റ് ചെയ്യാം. അപ്പോൾ അത് ചോദിക്കാം, അതായത് എന്താ അതിന്റെ ആവശ്യമെന്ന്. അപ്പം ഞാൻ ഈ കാൽക്കുലേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ, നമുക്ക് ചിലപ്പം തോന്നും ഓക്കെ ഞാനിപ്പോൾ ഡേറ്റ് ചെയ്യാൻ പോവുകയാണ്, ഞാനിപ്പോൾ ഏതെങ്കിലും പെൺകുട്ടികളെ കാണുന്നു, നമുക്കത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതുമായിട്ട് അങ്ങ് പ്രൊസീഡ് ചെയ്താൽ പോരെയെന്ന്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഇതാ നോക്കാം. സപ്പോസ് ഇതാണ് നമ്മുടെ 100 പെൺകുട്ടികൾ. ഓക്കെ, 1 2 3, ഇത് ഓരോന്നും ഓരോ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ പെൺകുട്ടി, ഇതാണ് രണ്ടാമത്തെ, ഇതാണ് മൂന്നാമത്തത്, എക്സെട്ര. ഇവിടെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, ഞാനിപ്പോൾ ഈ ഫസ്റ്റത്തെ പെൺകുട്ടിയെ ഞാൻ ഡേറ്റ് ചെയ്യുന്നു, അത് ചിലപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നും. ഓക്കെ, അതായത് എനിക്ക് ആക്ച്വലി എനിക്കത് ബെസ്റ്റായിട്ട് തന്നെ ഫീൽ ചെയ്യും. പക്ഷേ ഞാൻ ഇതിൽ തന്നെ സെറ്റിൽ ആയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി 99 പേരിൽ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ കാണുമായിരിക്കും, ഞാനത് മിസ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ബെറ്റർ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് വേണ്ടാന്ന് വെക്കുവാണ്. വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ അടുത്തതിലോട്ട് പോവുക. ഓക്കെ, അടുത്തതിലോട്ട് പോകുമ്പോൾ ഇവിടെയും ഞാൻ അതുപോലെ തന്നെ ഞാൻ ഡേറ്റ് ചെയ്യുക. ഓക്കെ, ചിലപ്പോൾ അത് ബെറ്റർ ആവാം, ചിലപ്പോൾ ഇതിനേക്കാളും മോശമാവാം. സപ്പോസ് അത് ബെറ്റർ ആണെങ്കിൽ തന്നെ ഞാനത് എടുക്കരുത്, ബിക്കോസ് അത് ഞാൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ 98 ആ ഓപ്പർച്യൂണിറ്റി ഞാൻ വേണ്ടാന്ന് വെക്കുവാണ്. അപ്പോൾ അതും ചെയ്യാൻ പാടില്ല. അപ്പം ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ്, ഞാൻ ഇവിടെ നിന്ന് അതായത് 1 2 3 4 എക്സെട്ര അങ്ങനെ ഞാൻ എത്രയോ പേരെ ഞാൻ ഡേറ്റ് ചെയ്യുക. സപ്പോസ് ഞാനൊരു R-1 നമ്പർ ഓഫ് ആൾക്കാരെ ഞാൻ ഡേറ്റ് ചെയ്തെന്ന് വെച്ചു. അതായത് ഞാൻ ഇപ്പം നിൽക്കുന്നത് 6 പൊസിഷനിൽ നിൽക്കുന്ന ആളാണ്. ഓക്കെ, അതായത് ഞാൻ R-1 ആൾക്കാരെ ഞാൻ ഡേറ്റ് ചെയ്തു. എനിക്ക് അതിനകത്ത് ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളവരുണ്ടാവാം, മോശമായിട്ട് തോന്നിയിട്ടുള്ളവരുണ്ടാവാം. പക്ഷെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ R-1 ആൾക്കാരെ ഞാൻ വേണ്ടെന്ന് വെക്കുവാണ്. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺസ് ഞാൻ ഇത്രയും ആൾക്കാരെ ഞാൻ ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യാം. അതായത് എനിക്ക് ഏതാണ്ട് മനസ്സിലാവും ഏതാണ്ട് എത്ര വരെ ബെറ്റർ ആയിട്ടുള്ള ആൾക്കാർ ഈ ഒരു പൂളിനകത്തുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ എൻ്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇതാ, ഞാൻ ഈ R-1 ആൾക്കാരെ ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ ആക്ച്വലി അവരെ ആരെയും ചൂസ് ചെയ്യില്ല, ഞാൻ അവരെല്ലാവരെയും ഞാൻ ഉപേക്ഷിക്കും. റൈറ്റ്, അതായത് ഇത്രയും പേരെ ഡേറ്റ് ചെയ്തതിലൂടെ ഞാനിപ്പോൾ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ ഡേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഏതാണോ ബെറ്റർ ആയിട്ട് തോന്നുന്നത് ആ ഫസ്റ്റ് ബെറ്റർ ആയിട്ട് തോന്നുന്ന ആളെ ഞാൻ ചൂസ് ചെയ്യും. റൈറ്റ്, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ ഓൾറെഡി ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് ഈ കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളെ എനിക്ക് കിട്ടും. യെസ്, അതാണ് ഇതിനകത്തുള്ള ട്രിക്കി ആയിട്ടുള്ള പോയിന്റ്. ഒന്ന് ആലോചിച്ച് നോക്കേ, സപ്പോസ് ഇപ്പോൾ ഇതിൽ 100 പേരുണ്ട്, ഞാൻ ഈ കൺസിഡർ ചെയ്യുന്ന ഈ R-1 വാല്യൂ, അതായത് ഞാൻ വളരെ കുറച്ച് പേരെ മാത്രമേ ഞാൻ റിജക്ട് ചെയ്യുന്നുള്ളൂ എന്ന് വെച്ചോ. അതായത് സപ്പോസ് ഞാനിപ്പോൾ ഒരു 10 പേരെ റിജക്ട് ചെയ്യുന്നുള്ളൂ. എങ്കിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. റൈറ്റ്, എനിക്ക് നല്ലൊരു ഐഡിയ കിട്ടില്ല. അതായത് ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾ എങ്ങനെ ഇരിക്കും എന്നതിനെ പറ്റി എനിക്കൊരു ഐഡിയ കിട്ടില്ല. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഈ 10 പേരെ ഞാൻ റിജക്ട് ചെയ്ത് ഞാനൊരു അത്ര ബെറ്റർ അല്ലാത്തൊരു ബെഞ്ച് മാർക്ക് ഞാൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മിഡ് ലെവലുള്ള ആളായിരിക്കും ഞാൻ ചിലപ്പോൾ ചൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് പാടില്ല. നമ്മൾ ക്യാമ്പസില്ല, സോ ക്യാമ്പസിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, റൈറ്റ്. അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. സപ്പോസ് ഞാൻ ഈ ബെഞ്ച് മാർക്ക് കൂടുതൽ ബെറ്റർ ആക്കാൻ ഞാൻ ഒരുപാട് ആൾക്കാരെ ഞാൻ ഇതേപോലെ ഡേറ്റ് ചെയ്ത് ഞാൻ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ 80 പേരെ ഞാൻ ഡേറ്റ് ചെയ്ത് ഞാൻ ഉപേക്ഷിക്കാൻ പോവുകയാണെന്ന് വെച്ചോ. അപ്പോൾ എന്ത് സംഭവിക്കും, ഇത് ഈ കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ എൻ്റെ റിജക്റ്റഡ് ലിസ്റ്റിനകത്ത് വരും. സോ ഞാൻ അയാളെ മിസ് ചെയ്യും. എന്ന് വെച്ചാൽ ഇതിനിടയ്ക്ക് ഒരു സ്വീറ്റ് സ്പോട്ട് ഉണ്ട്. അതായത് R-ന്റെ വാല്യൂ ഒരുപാട് ചെറുതാവാനും പാടില്ല, ഇത് ഒരുപാട് വലുതാവാനും പാടില്ല. ഓക്കെ, റൈറ്റ്. സോ അപ്പോൾ എനിക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് എനിക്ക് ഏറ്റവും ബെസ്റ്റ്, അതായത് ഈ കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളെ കിട്ടും. റൈറ്റ്, അയാളെ കിട്ടാനുള്ള പ്രോബബിലിറ്റി മാക്സിമം ആവണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ കട്ട് ഓഫ് വാല്യൂ, അതായത് ഈ R എത്ര ആയിരിക്കണം. അതായത് നമ്മുടെ ആക്ച്വൽ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ R-ന്റെ വാല്യൂ എത്രയായിട്ട് ഞാൻ ഫിക്സ് ചെയ്താൽ ഇതിനകത്തുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളെ എനിക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി മാക്സിമം ആവും. ആ R-ന്റെ വാല്യൂ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് ഞാൻ ആക്ച്വലി ഇവിടെ ചെയ്യാൻ നോക്കുന്നത്. എന്താ പറഞ്ഞു, യെസ്, അപ്പോൾ അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. സപ്പോസ് ഇതാണ് നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്ന 100 പേര്. ഓക്കെ, ഇവിടെ ഒരു കാര്യം ജസ്റ്റ് ആലോചിച്ച് നോക്കുക. അതായത് സപ്പോസ് ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ ആള്. ഈ ഒന്നാമത്തെ ആള് ബെസ്റ്റ് ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് ആക്ച്വലി രണ്ടാമത്തെ പൊസിഷനിൽ ഇരിക്കുന്ന ആളും ബെസ്റ്റ് ആവാനുള്ള പ്രോബബിലിറ്റി. ബിക്കോസ് ഞാൻ ഈ ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പേ എനിക്ക് ആരെ പറ്റി എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ഓരോ പൊസിഷനിലും ബെസ്റ്റ് ആയിട്ടുള്ള, അതായത് ഈ 100 പേരിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾ ഇതിനകത്തുള്ള ഓരോ പൊസിഷനിലും വരാനുള്ള പ്രോബബിലിറ്റി എക്സാക്ട്ലി സെയിം ആണ്.
ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ കാൽക്കുലേഷൻ പർപ്പസിനായിട്ട് ഞാൻ ഇതിനകത്ത് ഈ 100 എന്നുള്ള നമ്പർ നിൽക്കുന്നില്ല. ഞാൻ പറയുന്നത് മാക്സിമം നമ്പർ ഓഫ് ഇതിനകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെൺകുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ സപ്പോസ് ഇവിടെ n നമ്പർ ഓഫ് ആൾക്കാരുണ്ട്, എന്ന് വെച്ചാൽ ഇവിടെ n നമ്പർ ഓഫ് പൊസിഷൻസ് ഉണ്ട്. ഏത് പൊസിഷനിലും ബെറ്റർ ആയിട്ടുള്ള ആൾ വരാനുള്ള പ്രോബബിലിറ്റി ഈക്വൽ ആണ്. എന്ന് വെച്ചാൽ സപ്പോസ് ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ഒരു ith പൊസിഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ith പൊസിഷനിൽ ബെറ്റർ ആയിട്ടുള്ള ആൾ ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി 1/n ആണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് പേഴ്സൺ ith പൊസിഷനിൽ ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി, അതായത് PI ഓഫ് B, അതെന്ന് പറഞ്ഞാൽ ബേസിക്കലി 1/n ആണ്. ഓക്കെ, എനിക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളെ എനിക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ്. ഒന്നാലോചിച്ച് നോക്കിയാൽ ഈ ബെസ്റ്റ് ആയിട്ടുള്ള ആൾ ഇതിനകത്തുള്ള ഏത് പൊസിഷനിലും വേണമെങ്കിലും വരാം. ഫസ്റ്റത്തെ പൊസിഷനിൽ വരാം, സെക്കൻഡ് പൊസിഷനിൽ വരാം, തേർഡ് പൊസിഷനിൽ വരാം, എക്സെട്ര ഏത് പൊസിഷനിൽ വേണമെങ്കിലും വരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഓരോ പൊസിഷൻസിലും എനിക്കൊരു പ്രോബബിലിറ്റി അസൈൻ ചെയ്യാം. അതായത് സപ്പോസ് ഈ ഫസ്റ്റത്തെ പൊസിഷനിൽ നിന്ന് എനിക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ആളെ കിട്ടാനും, ബെസ്റ്റ് ആയിട്ടുള്ള ആളെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാനത് സെലക്ട് ചെയ്യുക എന്നല്ല. റൈറ്റ്, ചിലപ്പോൾ സപ്പോസ് ഇവിടെ ബെസ്റ്റ് ആയിട്ടുള്ള ആളുണ്ടാവും, ഞാൻ അയാളെ ചിലപ്പോൾ സെലക്ട് ചെയ്യണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സപ്പോസ് ഇതാണ് എൻ്റെ കട്ട് ഓഫ് പോയിന്റ് എന്ന് വെച്ചാൽ, അതായത് ഇതാണ് എൻ്റെ R-1, ഇതിന് ശേഷമാണ് 6 വരുന്നത്. നമുക്ക് എന്തായാലും അറിയാം ഞാൻ 1 തൊട്ട് R-1 വരെയുള്ള ആൾക്കാരെ ഞാൻ റിജക്റ്റ് ചെയ്യും. സപ്പോസ് മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് ഈ R-1 എൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ നിൽക്കുവാണെങ്കിൽ അയാളെ ഞാൻ എടുക്കാനുള്ള സാധ്യത 0 ആണ്. റൈറ്റ്, ഇനി അതേസമയം സപ്പോസ് ഈ R-1 വന്ന് തൊട്ടടുത്ത പൊസിഷനിലാണ് ബെസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ നിൽക്കുവാണെങ്കിൽ അയാളെ ഞാൻ ചൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി വളരെ ഹൈ ആണ്, സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. ബിക്കോസ് R-1 വരെ ഞാൻ മൂവ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ബെഞ്ച് മാർക്ക് സെറ്റായി. അതിന് ശേഷമുള്ള തൊട്ടടുത്ത പൊസിഷനിലാണ് ഏറ്റവും ബെസ്റ്റ് പേഴ്സൺ നിൽക്കുവാണെങ്കിൽ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ബെസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, ഞാൻ അയാളെ തന്നെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. അതായത് ഈ 4th പൊസിഷനിലാണ് എൻ്റെ ബെസ്റ്റ് പേഴ്സൺ നിൽക്കുന്നെങ്കിൽ ആ ബെസ്റ്റ് പേഴ്സണെ ഞാൻ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി വളരെ ഹൈ ആണ്. ആൻഡ് ഈ ബെസ്റ്റ് പേഴ്സൺ എത്രത്തോളം ദൂരോട്ട് നിൽക്കുന്നോ അത്രത്തോളം ഞാൻ അയാളെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യത കുറഞ്ഞു വരും, സെലക്ട് ചെയ്യാനുള്ള സാധ്യത. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനിടയ്ക്കുള്ള ഇന്റർമീഡിയറ്റ് പൊസിഷനിൽ ചിലപ്പോൾ സെക്കൻഡ് ബെസ്റ്റുള്ള ആൾ നിൽക്കും. അപ്പോൾ എന്തോ സംഭവിക്കും, ഞാൻ ഇത്രയും പേരെ റിജക്ട് ചെയ്തിട്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ആദ്യം കാണുന്ന ബെസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ചിലപ്പോൾ ആക്സിഡന്റലി ആ സെക്കൻഡ് ബെസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ തെറ്റിദ്ധരിക്കും അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന്. റൈറ്റ്, അതായത് ഈ ഓരോ പൊസിഷനിലും ബെസ്റ്റ് ആയിട്ടുള്ള ആൾ നിന്നാലും അയാളെ ഞാൻ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഡിഫറൻ്റ് ആണ്. എന്ന് വെച്ചാൽ എനിക്കിവിടെയുള്ള ഓരോ പൊസിഷനിലും എനിക്കൊരു പ്രോബബിലിറ്റി അസൈൻ ചെയ്യാം. ഓക്കെ, അതായത് സപ്പോസ് എൻ്റെ ഫസ്റ്റത്തെ പൊസിഷനിൽ ബെസ്റ്റ് ആയിട്ടുള്ള ആൾ ഇരിക്കാനും അയാളെ ഞാൻ സെലക്ട് ചെയ്യാനും, അതായത് ഇന്റർസെക്ഷൻ ഉള്ള പ്രോബബിലിറ്റീസ്, അതാണ് P1S∩B. അതുപോലെ തന്നെ ഈ സെക്കൻഡ് പൊസിഷനിൽ ബെസ്റ്റ് ആയിട്ടുള്ള ആൾ ഇരിക്കാനും അയാളെ ഞാൻ സെലക്ട് ചെയ്യാനും ഉള്ള പ്രോബബിലിറ്റിയാണ് P2S∩B. എക്സെട്ര ഞാൻ ഇവിടെ നിങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സപ്പോസ് ഇതാണ് എൻ്റെ ith പൊസിഷൻ എങ്കിൽ ith പൊസിഷനിൽ ബെസ്റ്റ് ആയിട്ടുള്ള ആൾ ഇരിക്കാനും അയാളെ ഞാൻ സെലക്ട് ചെയ്യാനും ഉള്ള പ്രോബബിലിറ്റി, അതാണ് PI∩B. ഇനി ഒന്ന് ആലോചിച്ച് നോക്കാം, ഈ പറഞ്ഞേക്കുന്ന ഇവന്റിൽ ഏത് സംഭവിച്ചാലും എനിക്ക് സക്സസ് ആണ്. അതായത് എനിക്ക് ബെസ്റ്റ് ആയിട്ടുള്ള പെൺകുട്ടിയായിരിക്കും കിട്ടാൻ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പെൺകുട്ടിയെ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആലോചിച്ച് നോക്കി, ഇതിൽ ഏത് സംഭവിച്ചാലും മതി, അതായത് ഓറാണ്. അതായത് ഞാൻ പ്രോബബിലിറ്റീസിനെല്ലാം കൂടെ ആഡ് ചെയ്യണം. എന്ന് വെച്ചാൽ എനിക്ക് പറയാം പ്രോബബിലിറ്റി ഓഫ് സക്സസ്, അതായത് എനിക്ക് ഏറ്റവും ബെസ്റ്റ് പെൺകുട്ടിയെ കിട്ടാനുള്ള പ്രോബബിലിറ്റി, പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ ഓൾ ഗേൾസ്. റൈറ്റ്, ഓവർ ഓൾ ഗേൾസ്. റൈറ്റ്, ഇവിടെ എത്ര പേരുണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് പറയാം I = 1 to n നമ്പർ ഓഫ് ആൾക്കാർ. സോ n, ഞാൻ ഈ എല്ലാ പ്രോബബിലിറ്റീസും ഞാൻ ആഡ് ചെയ്യുക, അതായത് PI∩B. എങ്കിലും ഇനി ബേസിക് പ്രോബബിലിറ്റി നമുക്ക് എഴുതാം, which is equal to റൈറ്റ് സമ്മേഷൻ ഓവർ I = 1 to n. ഇവിടെ നോക്കുക, പ്രോബബിലിറ്റി S∩B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമുക്കറിയാം +2 ലെവൽ പ്രോബബിലിറ്റി, അതായത് പ്രോബബിലിറ്റി ഓഫ് S given B given S times probability of B. റൈറ്റ്, ആൻഡ് നമുക്ക് ഓൾറെഡി അറിയാം ഈ പ്രോബബിലിറ്റി ഓഫ് B എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് B എന്ന് പറഞ്ഞത് ഇതാണ്. റൈറ്റ്, സോ അപ്പോൾ ഇതെന്തായാലും നമുക്ക് എന്താണെന്ന് നമുക്കറിയാം, ഇത് നമുക്കറിയാം. ഇനി നമുക്ക് ഇതെന്താണെന്നാണ് അറിയേണ്ടത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് ആയിട്ടുള്ള ആളെ ഞാൻ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ്. അതായത് ഇനി അടുത്തുള്ള ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴായിരിക്കും ഞാൻ ഒരാളെ സെലക്ട് ചെയ്യുന്നത്. അതായത് സപ്പോസ് ഈ I പൊസിഷനിൽ ഇരിക്കുന്ന ആളെ ഞാൻ സെലക്ട് ചെയ്യുന്നു എന്ന് വെച്ചോ. റൈറ്റ്, എങ്കിൽ നമുക്ക് നോക്കാം. സപ്പോസ് ഞാൻ I പൊസിഷനിൽ ഇരിക്കുന്ന ആളെ ഞാൻ സെലക്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് എൻ്റെ ക്രൈറ്റീരിയ എന്താ നോക്കാം. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് സപ്പോസ് എൻ്റെ ഈ I-ൻ്റെ വാല്യൂ ഈ R-നെക്കാളും ചെറുതാണെങ്കിൽ
ഒന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ ഈ R-1 വരെയുള്ള എല്ലാ ആൾക്കാരെയും ഞാൻ റിജക്ട് ചെയ്യും. എന്ന് വെച്ചാൽ ഐൻ്റെ വാല്യൂ 6-നേക്കാളും ചെറുതാണെങ്കിൽ ഞാൻ അവരെ സെലക്ട് ചെയ്യാനുള്ള ചാൻസേ ഇല്ല. റൈറ്റ്. എന്ന് വെച്ചാൽ എനിക്ക് പറയാം ഐൻ്റെ വാല്യൂ 6-നേക്കാളും ചെറുതാണെങ്കിൽ P of S given B എന്ന് പറഞ്ഞാൽ 0 ആണ്. റൈറ്റ്. ആൻഡ് സപ്പോസ് ഈ ഐൻ്റെ വാല്യൂ 6-നേക്കാളും ബിഗർ ആണെങ്കിൽ അല്ലെങ്കിൽ ഈക്വൽ ടു ഓർ ബിഗർ, അങ്ങനെയാണെങ്കിൽ ഞാൻ അയാളെ സെലക്ട് ചെയ്യാൻ പ്രോബബിലിറ്റി ഉണ്ട്. പക്ഷേ അപ്പോഴൊരു ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ, സപ്പോസ് ഞാനിപ്പോൾ ഈ ഐ പൊസിഷനിലുള്ള ആളെ ഞാൻ ചൂസ് ചെയ്യുവാണെന്ന് വെച്ചോ, അതായത് ഞാൻ ഈ ഐ പൊസിഷനിലുള്ള ആളെ ഞാൻ സെലക്ട് ചെയ്യുവാണ്, എങ്കിൽ അതിനുള്ള ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ 1 തൊട്ട് ഐ വരെ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് അയാൾ തന്നെ ആയിരിക്കണം. ഓക്കെ, ഇനി അത് മാത്രം പോരാ, ഈ 1 തൊട്ട് I-1 ഓക്കെ, അതായത് 1 തൊട്ട് I-1 ഏറ്റവും ബെസ്റ്റ് R-1 മനസ്സിലായോ? അതാണ് ഇവിടുത്തെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, സപ്പോസ് ഞാനിപ്പോൾ എൻ്റെ ഐ പൊസിഷൻ എന്ന് പറഞ്ഞാൽ സപ്പോസ് 42th പൊസിഷനാണ്. സപ്പോസ് ഈ 42th പൊസിഷനിലാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളിരിക്കുന്നതെന്ന് വെച്ചു. റൈറ്റ്. സപ്പോസ് എൻ്റെ സെക്കൻഡ് ബെസ്റ്റ്, അതായത് 41-നകത്തുള്ള ഏറ്റവും ബെസ്റ്റ്, 42 ആണ് ഏറ്റവും ബെസ്റ്റ്, പക്ഷേ 42-നകത്തുള്ള സെക്കൻഡ് ബെസ്റ്റ്, അതായത് 1-നും 41-നും ഇടയ്ക്കുള്ള ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, അതിരിക്കുന്നത് സപ്പോസ് ഇപ്പോൾ ഇവിടെ എൻ്റെ ഒരു 38 പൊസിഷനിലാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി എന്ത് സംഭവിക്കുമെന്ന്. ഞാൻ R-1 ആൾക്കാരെ ഞാൻ റിജക്റ്റ് ചെയ്യും. അതിനുശേഷം ഞാൻ അടുത്ത ആളിൽ വരും. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ അടുത്ത ആളിൽ വരും. അങ്ങനെ ഈ 38 പൊസിഷനിൽ എത്തുമ്പോൾ അയാൾ ആരാണ്? ഏറ്റവും ബെസ്റ്റിനേക്കാളും ജസ്റ്റ് താഴെയുള്ള ആളാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അതിന് ശേഷം ഇരിക്കുന്നത് ഞാൻ അയാളെ മിസ് ചെയ്യും. ഞാൻ തെറ്റിദ്ധരിക്കും ഈ 38 ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന്, ബിക്കോസ് ഇതിനകത്തുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് 38 ആണ്. റൈറ്റ്. ഓക്കെ, എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ ഐ പൊസിഷനിൽ ഇരിക്കുന്ന ആളെ ഞാൻ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഇക്വലൻ്റ്ലി I-1-നകത്തിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് R-1-നകത്ത് വരിക എന്നാണ്. റൈറ്റ്. ഇതാണ് ഇതിനകത്തുള്ള ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റ്. എങ്കിൽ എനിക്ക് പറയാം ഞാൻ ഐ പൊസിഷനിൽ ഇരിക്കുന്ന ആളെ സെലക്ട് ചെയ്യുക, അതിനുള്ള പ്രോബബിലിറ്റി, അതായത് ഐ പൊസിഷനിൽ ഇരിക്കുന്ന ആളെ ഞാൻ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ I-1-നകത്തുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾ R-1-നകത്ത് വരാനുള്ള പ്രോബബിലിറ്റി എന്താണോ അതാണ്. ഓക്കെ, എങ്കിൽ എനിക്ക് അതിനെ ഇങ്ങനെ എഴുതാം, അതായത് ഐ പൊസിഷനിലുള്ള ആളെ ഞാൻ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ബേസിക്കലി പ്രോബബിലിറ്റി ഓഫ് ബെസ്റ്റ് ഇൻ I-1th പൊസിഷൻ ഈസ് ഇൻ ബിറ്റ്വീൻ 1 to R-1. ഓക്കെ, റൈറ്റ്. ഓക്കെ, എങ്കിൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, ഈ 1-നും I-1-നും ഇടയ്ക്കുള്ള ആള് 1-നും R-1-നും ഇടയ്ക്ക് വരാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കുക. 1-നും I-1-നും ഇടയ്ക്ക് I-1 നമ്പർ ഓഫ് പൊസിഷൻസ് ഉണ്ട്. ഈ പൊസിഷനിൽ ഇരിക്കുന്ന ആൾ R-1-നകത്ത് വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ, എനിക്ക് പറയാം, അത് ബേസിക്കലി R-1 ഡിവൈഡഡ് ബൈ I-1 ആണ്. റൈറ്റ്. ബിക്കോസ് എൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് പൊസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I-1 ആണ്. ഈ I-1-നകത്ത് ഇരിക്കാൻ സാധ്യതയുള്ള ആൾക്കാർ R-1 പൊസിഷൻ അകത്ത് വെച്ച് എനിക്ക് കണ്ടു കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ R-1 ഡിവൈഡഡ് ബൈ I-1. ഓക്കെ, റൈറ്റ്. എങ്കിൽ എനിക്ക് പറയാം Pi of S which is equal to R-1 by I-1, അതായത് R-1 ഡിവൈഡഡ് ബൈ I-1. ഓക്കെ, എങ്കിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പെൺകുട്ടിയെ കിട്ടാനുള്ള പ്രോബബിലിറ്റി, അതായത് പ്രോബബിലിറ്റി ഓഫ് മൈ സക്സസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ സംഭവം, അതായത് സമ്മേഷൻ I = 1 to n, റൈറ്റ്. ഓക്കെ, ഈ ക്വാണ്ടിറ്റി എന്നവരെ കൂടെ എഴുതുവാണ് ടൈംസ്. ഇതിൻ്റെ കാര്യം മനസ്സിലാക്കുക, ഞാൻ ഓൾറെഡി പറഞ്ഞു ഐൻ്റെ വാല്യൂ 0 തൊട്ട് R-1 വരെ ഇതിൻ്റെ വാല്യൂ 0 ആണ്. റൈറ്റ്. എന്ന് വെച്ചാൽ ബേസിക്കലി ഈ സമ്മേഷൻ ഞാൻ 6 തൊട്ട് n വരെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. റൈറ്റ്. എങ്കിൽ എനിക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു സമ്മേഷൻ R2, അതായത് I = R to n. ഓക്കെ, I = R to n ആണെങ്കിൽ ഓക്കെ, ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു, R-1 by I-1. സോ R-1 by I-1 ടൈംസ് ഇത് നമുക്ക് ഓൾറെഡി അറിയാം 1 by n ആണ്. ഓക്കെ, റൈറ്റ്.
എങ്കിൽ അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആളെ കിട്ടാനുള്ള പ്രോബിലിറ്റി. ഇനി നോക്കിയ ഒരു കാര്യം മനസ്സിലാവും, ഈ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ആറിന് മാത്രമാണ്, റൈറ്റ്? ബിക്കോസ് ഇതിനകത്തുള്ള n ഒരു ഫിക്സഡ് നമ്പറാണ്, ഐ റണ്ണിങ് ഇൻഡെക്സാണ്. വൺസ് ഞാൻ ഈ സമ്മേഷൻ മുഴുവൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐൻ്റെ ടേംസിനെ എല്ലാം ആറ് റീപ്ലേസ് ചെയ്യും. എന്ന് വെച്ചാൽ ഈ സാധനം ബേസിക്കലി ആറിൻ്റെ ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, ഇപ്പോൾ ആക്ച്വലി നമ്മുടെ ഗോളായി. അതായത് ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ്. നോക്കി, ഇതൊരു ലെങ്തി പോളിനോമിയല്ല. ഞാനിത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീളത്തിലുള്ള ഒരു ആറിലൊരു ഫംഗ്ഷൻ കിട്ടും. എനിക്കൊരു ഗ്രാഫ് വരയ്ക്കാം. എന്നിട്ട് ഞാൻ ആലോചിച്ച് നോക്കുക, ആറിൻ്റെ വാല്യൂ ഏതാവുമ്പോഴാണ് പി ഓഫ് ആർ മാക്സിമം ആവുന്നത്, റൈറ്റ്? പി ഓഫ് ആർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി പ്രോബബിലിറ്റിയാണ്. സോ അപ്പോൾ ആറിൻ്റെ വാല്യൂ ഏതാവുമ്പോഴാണ് എൻ്റെ പ്രോബബിലിറ്റി ഏറ്റവും മാക്സിമം ആവുന്നത്, അതാണ് ഞാൻ ഇവിടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്യേണ്ട എൻ്റെ കട്ട് ഓഫ് ആർ. ഓക്കെ, റൈറ്റ്. സോ നമ്മൾ ആക്ച്വലി നമ്മൾ പ്രോബ്ലം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. ഞാൻ ഈ സമ്മേഷൻ ഞാനിപ്പോൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ടേംസ് വരും, എനിക്ക് ഗ്രാഫൊക്കെ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. സോ ഞാൻ ഇതിനൊന്ന് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പോവുക. ഇതിനകത്ത് എന്തായാലും എനിക്ക് r-1 1/n പുറത്തെടുക്കാം. എന്ന് വെച്ചാൽ എനിക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം. എങ്ങനെയാ? 1/n ടൈംസ് r-1 ഇൻറ്റു സിഗ്മ 1/i-1 ഫ്രം i ഈസ് ഈക്വൽ ടു r to n. ഓക്കെ, റൈറ്റ്, i-1. ഇനി എനിക്ക് അറിയേണ്ടത് ഇതിനെന്ത് സംഭവിക്കുമെന്ന്. ഓക്കെ, ഫസ്റ്റ് ഞാനിവിടെ എൻ്റെ ഒരു അപ്രോക്സിമേഷൻ്റെ ഭാഗം ഞാൻ ആലോചിക്കുകയാണ്. സപ്പോസ് എൻ്റെ ഈ എന്നിൻ്റെ വാല്യൂ അത്യാവശ്യം വലുതാണ്. എന്നിൻ്റെ വാല്യൂ അത്യാവശ്യം വലുതാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ r-1/n എന്ന് പറഞ്ഞാൽ അത് ഓൾമോസ്റ്റ് r/n ആണ്. ബിക്കോസ് ഇതിനെ സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ r/n മൈനസ് 1/n അപ്രോക്സിമേറ്റ്ലി 0. സോ ഈ സാധനം r/n എന്ന് വെച്ചാൽ എനിക്ക് ഈ സാധനത്തിന് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു r/n, ഓക്കെ, ടൈംസ് ഈ ക്വാണ്ടിറ്റി. ഓക്കെ, ഇനി എനിക്കിതാ ഈ ക്വാണ്ടിറ്റിയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് ഞാനിപ്പോൾ ഒരു ട്രിക്ക് ആലോചിക്കുവാണ്. ഓക്കെ, സപ്പോസ് ഞാനിപ്പോൾ y ഈസ് ഈക്വൽ ടു 1/x ഗ്രാഫ് വരയ്ക്കുകയാണ്. നോക്കാം, നമുക്ക് മനസ്സിലാവും എന്താ സംഭവിക്കുന്നത്. സപ്പോസ് ഇതാണ് y, ഇതാണ് x. ഞാൻ y ഈക്വൽ ടു 1/x ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ആ ഗ്രാഫ് ഓൾമോസ്റ്റ് ഈ ഒരു സ്ട്രക്ചറിലായിരിക്കുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ ഈ 1/i-1ഉം ഓക്കെ 1/iയും ഓൾമോസ്റ്റ് ഈ സമ്മേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും. ബിക്കോസ് നോക്കേ, സപ്പോസ് ഞാനിപ്പോൾ ഈ r-ന്റെ വാല്യൂ 20 ആണെന്ന് വെച്ചു. ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/20-1, അതായത് 1/90 പ്ലസ് 1/20 1/21 എക്സെട്ര. സപ്പോസ് ഇവിടെ i-1 ഇല്ലായിരുന്നെങ്കിൽ 1/20 പ്ലസ് 1/21, അതായത് ഞാൻ മിസ് ചെയ്യാൻ പോകുന്ന 1/90യുടെ ഫാക്ടർ മാത്രമാണ്. സോ ഞാൻ അപ്രോക്സിമേറ്റ് എന്ന് പറഞ്ഞാൽ ഈ സാധനം ഓൾമോസ്റ്റ് 1/i ആണ്. എന്ന് വെച്ചാൽ ഞാൻ 1/x ഗ്രാഫ് ഞാൻ വരച്ച് കഴിഞ്ഞാൽ, ഇനി ജസ്റ്റ് ആലോചിച്ച് നോക്കുക, ഞാൻ ഈ 1/x ഗ്രാഫിനകത്ത് ഞാൻ ഇവിടെ ചെറിയ ചെറിയ റെക്റ്റാങ്കിൾസ് കൺസ്ട്രക്ട് ചെയ്യുക. വിത്ത് ആ റെക്റ്റാങ്കിൾസിൻ്റെ ഈ സൈഡിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 1 ആണ്, 1 യൂണിറ്റ് ആണ്. ഓക്കെ, അത് നോക്കുക ഇപ്പോൾ എന്താ സംഭവിക്കുന്നു. ഓക്കെ, ഇവിടെയുള്ള ഓരോ ഹൈറ്റും, അതായത് ഈ ഹൈറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബേസിക്കലി എന്തുവാണ്, 1/x ആണ്. ഓക്കെ, റൈറ്റ്. ആൻഡ് ഈ വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി 1 ആണ്. എന്ന് വെച്ചാൽ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1/x ഇൻറ്റു 1. എങ്കിൽ ഈ റെക്റ്റാങ്കിൾസിൻ്റെ എല്ലാത്തിൻ്റെ ഏരിയയുടെ സം ഒന്ന് നോക്കി. ഫസ്റ്റത്തെ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/x ടൈംസ് 1 ടൈംസ് 1. രണ്ടാമത്തെ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/ ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ x+1 ടൈംസ് 1. അടുത്തത് 1/x + 2 ടൈംസ് 1 എക്സെട്ര. അതായത് ഈ റെക്റ്റാങ്കിൾസിൻ്റെ ഏരിയയുടെ സം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ സാധനം തന്നെ, റൈറ്റ്? ഓക്കെ, അപ്പം ഞാനിതിനെ അപ്രോക്സിമേറ്റ് ചെയ്യുവാണ്. അത് ഈ റെക്റ്റാങ്കിൾസിൻ്റെ ഏരിയയുടെ സം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ ഈ ഫംഗ്ഷൻ്റെ അണ്ടറിലുള്ള ഏരിയ. ഓക്കെ, സോ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഫംഗ്ഷൻ്റെ അണ്ടറിലുള്ള ഏരിയ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു, അത് ഓൾമോസ്റ്റ് ഈ സാധനമാണെന്ന് ഞാൻ നോക്കുന്നു. എങ്കിൽ നമുക്ക് എന്തായാലും അറിയാം, വളരെ സിമ്പിൾ. എനിക്ക് എഴുതാം therefore P of R ഈക്വൽ ടു r/n ടൈംസ് ഈ സാധനം നമ്മുടെ ഏരിയയാണ്. എവിടെ തൊട്ട്? r തൊട്ട് n വരെയുള്ള ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ r to n 1/x dx. ഇനി നമുക്ക് എന്തറിയാം, 1/x dx എന്ന് പറഞ്ഞാൽ ബേസിക്കലി log x. ഞാൻ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുന്ന സമയത്ത് log n മൈനസ് log r എന്ന് വെച്ചാൽ log n/r എന്ന് വെച്ചാൽ നമുക്ക് എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു r/n log n/r ഈക്വൽ ടു P of R. ഓക്കെ, ഇനി നമുക്ക് ഈ റിസൾട്ട് നമുക്ക് സെപ്പറേറ്റ് എഴുതാം. സോ നമുക്ക് മനസ്സിലായി P of R എന്ന് പറയുന്നത് r/n log n/r. ഓക്കെ,
Okay. ഇനി എനിക്കറിയേണ്ടത് ഈ ആറിന്റെ വാല്യൂ ഏതാവുമ്പോഴാണ് ഈ പ്രോബബിലിറ്റി മാക്സിമം ആവുന്നതെന്നാണ്. എനിക്ക് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ R/N എന്റെ സൗകര്യത്തിനാണ് ഞാൻ എക്സ് എന്ന് വിളിക്കാൻ പോവാം. ഓക്കെ റൈറ്റ്. അതായത് സപ്പോസ് എൻ്റെ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R/N ആണ്. എങ്കിൽ എനിക്ക് ഇതിനെ എഴുതാം P of X എന്ന് പറഞ്ഞാൽ ബേസിക്കലി R/N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ് ആണ്. എക്സ് ടൈംസ് ലോ 1/x. ഓക്കെ, ഇനി ജസ്റ്റ് ഒരു ഫീൽ കിട്ടാനായിട്ട് ഞാൻ ഈ എക്സ് എന്താണെന്ന് പറയാം. ഓക്കെ, ജസ്റ്റ് എക്സ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കേ. എൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് ആണ് ബേസിക്കലി N. R എന്ന് പറഞ്ഞാൽ എൻ്റെ കട്ട് ഓഫ് വാല്യൂ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കട്ട് ഓഫ് വാല്യൂ ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസിൻ്റെ എണ്ണം വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രാക്ഷൻ എത്ര, അതായത് ഏത് ഫ്രാക്ഷനിലാണ് ആക്ച്വലി ഇത് വരുന്നതെന്ന്. സപ്പോസ് ഇപ്പോൾ എൻ്റെ എക്സിൻ്റെ വാല്യൂ ഹാഫ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ടോട്ടലി 100 പേരുണ്ടെങ്കിൽ 50 പേരായിരിക്കണം എൻ്റെ കട്ട് ഓഫ് എന്നാണ്. റൈറ്റ്. സപ്പോസ് ഇപ്പോൾ എൻ്റെ എക്സിൻ്റെ വാല്യൂ 1/4 എന്ന് എനിക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ടോട്ടലി 100 പേരുണ്ടെങ്കിൽ 25 ആയിരുന്നു കട്ട് ഓഫ് പോയിന്റ്. ഓക്കെ, അവിടെ വെച്ച് വേണം ഞാൻ എൻ്റെ റിജക്ഷൻ നിർത്തേണ്ടത്. ഓക്കെ റൈറ്റ്. അപ്പോൾ അതാണ് എൻ്റെ മീനിങ്. സോ അപ്പോൾ എനിക്കിനി അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ ഏത് വാല്യൂ ആകുമ്പോഴാണ് പ്രോബബിലിറ്റി മാക്സിമം ആവുന്നതെന്ന്. അതായത് ഞാനിനി ചെയ്യേണ്ടത് എക്സ് വേഴ്സസ് പി ഗ്രാഫ് വരയ്ക്കുക. എക്സിൻ്റെ ഏത് വാല്യൂലാണ് പിൻ്റെ വാല്യൂ മാക്സിമം ആവുന്നത് കണ്ടുപിടിക്കുക. സോ അതാണ് നമ്മുടെ പ്രോബ്ലത്തിൻ്റെ എൻഡ്. ഓക്കെ റൈറ്റ്. അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ പോവാം. സോ അപ്പോൾ എനിക്ക് എന്തായാലും എഴുതാം. എനിക്ക് വരയ്ക്കേണ്ട ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമായിരുന്നു? എൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു ലോഗ് 1/x. ഓക്കെ റൈറ്റ്. അതായത് എക്സ് ടൈംസ് ലോഗ് 1/x. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. സപ്പോസ് ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഓക്കെ, ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഈ ഗ്രാഫിൻ്റെ മാക്സിമം വാല്യൂ വരുന്നത്, അതായത് എനിക്ക് ഏറ്റവും മാക്സിമം കിട്ടുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, അതായത് ഓൾമോസ്റ്റ് 0.37 എനിക്ക് മാക്സിമം കിട്ടുന്നത്. അതായത് എനിക്ക് കിട്ടുന്ന ഗ്രാഫിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എനിക്കിത് ഇങ്ങനത്തെ ഒരു ഗ്രാഫാണ് കിട്ടുന്നത്. അതായത് ഓൾമോസ്റ്റ് എൻ്റെ ഗ്രാഫിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ആൻഡ് എനിക്ക് എൻ്റെ ഈ പീക്ക് വാല്യൂ കിട്ടുന്നത്, ഓക്കെ, അതായത് ഈ പീക്ക് വാല്യൂ കിട്ടുന്നത് ഓൾമോസ്റ്റ് ഒരു 0.37 എനിക്ക് എൻ്റെ ഈ പീക്ക് വാല്യൂ കിട്ടുന്നത്. റൈറ്റ്. അതായത് എനിക്ക് ഈ പ്രോബബിലിറ്റി മാക്സിമൈസ് ചെയ്യാൻ, അതായത് എനിക്ക് മാക്സിമം പ്രോബബിലിറ്റി കിട്ടുന്ന എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.37 ആണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എനിക്കറിയാം എക്സ് 0.37 ആണെങ്കിൽ എനിക്ക് എഴുതാം അതിനകത്തുനിന്ന് ദാറ്റ് ഇംപ്ലൈസ് R = X times N. ഓക്കെ, ആൻഡ് നമ്മുടെ എന്നിൻ്റെ വാല്യൂ 100 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 0.37 × 100 അതായത് 37. അതായത് എനിക്ക് മാക്സിമം, അതായത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളെ കിട്ടാനുള്ള പ്രോബബിലിറ്റി മാക്സിമം ആക്കണമെങ്കിൽ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്തുവാണ്? ആദ്യത്തെ 37 പേരെ ഞാൻ റിജക്റ്റ് ചെയ്യണം. അതിന് ശേഷമുള്ള ഏറ്റവും ബെസ്റ്റ് ആളെ ചൂസ് ചെയ്താലാണ് എനിക്ക് ഈ കൂട്ടത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് എനിക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഏറ്റവും മാക്സിമം ആവുന്നത്. ആൻഡ് ഇവിടെ ഒരു കാര്യം നോക്കിയാൽ മനസ്സിലാവും. അതായത് എനിക്ക് മാക്സിമം, അതായത് ഏറ്റവും ബെസ്റ്റ് കിട്ടാൻ ഉള്ള ആ പ്രോബബിലിറ്റി, അതായത് ഞാനിപ്പോൾ ഈ 37 എൻ്റെ കട്ട് ഓഫ് ആക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റിന് എനിക്ക് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതും ഓൾമോസ്റ്റ് 0.37 ആണ്. ഓക്കെ, അതായത് ഓൾമോസ്റ്റ് 37%. റൈറ്റ്. അതായത് എൻ്റെ 37 ഞാൻ കട്ട് ഓഫ് ആക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന ഏറ്റവും ബെസ്റ്റ്, ഈ കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 37%. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ 100 പേരെ ഡേറ്റ് ചെയ്തിട്ട് 37 പേരെ ഞാൻ നിഷ്കരുണം റിജക്റ്റ് ചെയ്തിട്ട് ഞാൻ അതിനകത്തുള്ള ഏറ്റവും ബെസ്റ്റ് എടുക്കുന്നതിൽ ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പൊ നിനക്ക് പെണ്ണ് കിട്ടത്തില്ല.